E20 പെട്രോൾ ലക്ഷക്കണക്കിന് വെഹിക്കിൾ ഓണേഴ്സിന് പുതിയ തലവേദനയാവുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയാണിത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കംപ്ലയിൻസുകൾക്കിടയിലും ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിന്റെ ഒരു നിർണായക വിധിയും പുറത്തു വന്നിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ഒരു കസ്റ്റമറിന്റെ പരാതിയിൽ 2023 ജനുവരിയിൽ നിർമ്മിച്ച മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റ പ്ലസ് എന്ന മോഡലിന് E20 പെട്രോൾ അടിച്ചതിന് ശേഷം വണ്ടിക്ക് തുടർച്ചയായി എഞ്ചിൻ തകരാറുകൾ സംഭവിക്കാറുണ്ട്, മൈലേജ് കുറയുന്നു എന്നിവയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. അപ്പോൾ E20 കോമ്പാറ്റബിൾ അല്ലാത്ത വാഹനം മാറ്റി നൽകാനും 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ നൽകാനും മാരുതി സുസുക്കിയോടും ഡീലറിനോടും കൺസ്യൂമർ കോർട്ട് ഉത്തരവിട്ടു. എന്നാൽ E20 ഫ്യൂവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇന്ത്യ ഇന്ന് യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% ഫോറിൻ കൺട്രീസിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് കുറയ്ക്കാനാണ് സർക്കാർ എത്തനോൾ കലർത്തിയ E20 പെട്രോൾ നടപ്പാക്കിയത്. ഇതിലൂടെ ക്രൂഡ് ഓയിലിന്റെ ഇമ്പോർട്ട് കുറയും, കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും, പൊല്യൂഷൻ കുറയും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. 2023 ഏപ്രിലിന് മുമ്പ് നിർമ്മിച്ച ലക്ഷക്കണക്കിന് വെഹിക്കിൾസിന്റെ കാര്യമാണ് ഇപ്പോൾ പ്രധാന ചർച്ച. ഈ വെഹിക്കിൾസിൽ E20 അടിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റത്തിലെ റബ്ബർ, പ്ലാസ്റ്റിക് പാർട്സിനൊക്കെ തേയ്മാനം സംഭവിക്കുമെന്നാണ് ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം മാരുതി സുസുക്കി, ടൊയോട്ട തുടങ്ങിയ കമ്പനികൾ പറയുന്നത് E20 ഉപയോഗിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും 2023 ശേഷം പുറത്തിറങ്ങിയ വെഹിക്കിൾസ് E20 കോമ്പാറ്റബിൾ ആണെന്നും അവർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം മൈലേജ് ആണ്. E20 ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൈലേജ് കുറയുമെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ പറയുന്നത് കുറവ് വളരെ ചെറുതായിരിക്കും, ഏകദേശം 1 മുതൽ 6% വരെ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുക. ഇതിനിടെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റിലൂടെ നേട്ടമുണ്ടാകുമെന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഗഡ്കരി ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യയിൽ എത്തനോൾ നിർമ്മിക്കുന്ന 100 കണക്കിന് കമ്പനികളിൽ 1 മാത്രമാണ് അവരുടേതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് E20, നാളെ E85, പിന്നീട് E100. അപ്പോൾ ഇന്ന് റോട്ടിലൂടെ ഓടുന്ന കോടിക്കണക്കിന് പഴയ വെഹിക്കിൾസിന്റെ ഒക്കെ ഭാവി എന്താകും? ഇതിന് വ്യക്തമായൊരു മറുപടി നൽകേണ്ടത് സർക്കാരും വാഹന നിർമ്മാതാക്കളുമാണ്. കാരണം ജനങ്ങൾക്ക് ഇന്ന് വേണ്ടത് വ്യക്തമായ ഇൻഫർമേഷൻസും വിശ്വാസവുമാണ്. E20 പെട്രോളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ.